കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും വലിയ തർക്കമാണ്. കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ വി ഡി സതീശൻ നിരത്തിയ ചില കണക്കുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കണക്കുകളിൽ ഒരുപാട് തുക ബാലൻസ് ഉണ്ടെന്നും കൊടുക്കാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വലിയ കണക്കുകൾ അവതരിപ്പിച്ചു. ഈ കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ കണക്കുകൾ കള്ളക്കണക്കാണ് അസംബ്ലിയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത്, സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ഉടൻ തന്നെ വി ഡി സതീശൻ തിരിച്ചടിച്ചു. പ്രതിപക്ഷ നേതാവ്, ഞാനങ്ങനെ ഹോംവർക്ക് ചെയ്യാതെ പറയുന്നൊരു നിയമസഭാ അംഗമല്ല. മന്ത്രി ആർ കേളു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചോദ്യങ്ങൾക്കുള്ള തിരിച്ചെഴുതി കൊടുത്ത രേഖയിലുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി ആർ കേളുവിന് കൊടുത്ത കത്തിനുള്ള മറുപടിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കിട്ടിയ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവായ ഞാൻ ഉന്നയിക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ ശരിക്കും വെട്ടിലായത് ധനമന്ത്രിയാണ്. പിന്നെ ധനമന്ത്രി അതിനെ ഓണപ്പിയാനോ തള്ളാനോ ഒന്നും കഴിയാതെ അതിന് കുറേ രൂപയൊക്കെ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉരുട്ടി പതുക്കെ അങ്ങ് മാറി. എന്തായാലും ധനപ്രതിസന്ധി കാര്യമായി ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന് വരുന്ന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി അത് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോൾ ഇത് അംഗീകരിക്കാൻ ആര് തയ്യാറല്ല? നമ്മുടെ ധനമന്ത്രി തയ്യാറല്ല. ധനമന്ത്രി യഥാർത്ഥ ചിത്രം ജനങ്ങളോട് പറയണം. അതൊരു സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമുക്ക് ധനപ്രതിസന്ധി ഉണ്ട് എന്നും ട്രഷറികളിൽ ബാൻ ഉണ്ടെന്നും ട്രഷറികളിലേക്ക് ബില്ല് അയച്ചാൽ ബില്ല് പാസ്സാക്കി കൊടുക്കണ്ടെന്നും നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളിലടക്കം എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപാട് തുക പെൻഡിങ് ഉണ്ടെന്നും തുകകൾ കുറച്ചേ ചിലവാക്കാൻ പറ്റുന്നുള്ളെന്നും അവരുടെ ബഡ്ജറ്റിൽ വയ്ക്കുന്ന തുക പോലും അവർക്ക് ചിലവാക്കാൻ കഴിയുന്നില്ലെന്നും അവർക്ക് ലഭിക്കുന്നില്ലെന്നും ഉള്ള വ്യാപകമായ പരാതിയുണ്ട്. ക്ഷേമ പെൻഷനുകൾ പലതും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റൊരുപാട് ബോർഡുകളുടെ പെൻഷനുകളും മറ്റുമൊക്കെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. അതിൻ്റേതായ കാരണങ്ങളുമുണ്ട്. പക്ഷേ മുടങ്ങിക്കിടക്കുകയാണ്. ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് അല്ല കാരണമെങ്കിൽ പോലും പല ക്ഷേമനിധികളുടെയും പെൻഷനൊക്കെ മുടങ്ങിക്കിടപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് പൊതുചിത്രം. അപ്പോൾ ഒരു ധവളപത്രം, ഒരു വൈറ്റ് പേപ്പർ ഗവൺമെൻറ് ഇറക്കണം. എന്താണ് യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി? സർക്കാരിന് ആവശ്യമുള്ള പണമുണ്ടോ? ഖജനാവിൽ പണമുണ്ടോ ഇല്ലയോ? എന്താണ് സ്ഥിതി? എത്ര രൂപയാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? കോടാനുകോടി രൂപ കടമെടുത്ത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ കടക്കാരാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടോ? അപ്പോൾ എത്രയാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമായിട്ട് കേരളം എടുത്തിരിക്കുന്ന കടം? കിഫ്ബി വഴി നമ്മുടെ ബാധ്യത എത്രയാണ്? അത് എങ്ങനെയാണ് തീർക്കാൻ പോകുന്നത്? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ഗൗരവമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ധവളപത്രം ഓരോ ഗവൺമെൻറ്റും വരുമ്പോൾ ആദ്യത്തെ മാസങ്ങളിലോ അല്ലെങ്കിൽ അത് നിശ്ചിത ഇടവേളകളിലോ 5 വർഷത്തിലൊരിക്കലോ ധനകാര്യസ്ഥിതി ജനങ്ങളെ അറിയിക്കുന്ന ധവളപത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കണം എന്നുള്ള നിയമം നമുക്ക് രാജ്യത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതെല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും 5 വർഷത്തിലൊരിക്കൽ ഈ ബഡ്ജറ്റിൽ പറയുന്ന പരിപാടിക്ക് പുറമെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ധനസ്ഥിതി എന്ത് എന്ന് 5 വർഷത്തിലൊരിക്കൽ ജനങ്ങളെ അറിയിക്കണം. അതുകൂടി അറിയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള സുതാര്യത വരികയുള്ളൂ. എന്തായാലും കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ള വാദമാണ് നിലനിൽക്കുന്നത്. ധനപ്രതിസന്ധി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഹരിക്കപ്പെടേണ്ട തന്നെയാണ്. അതാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. എന്തായാലും മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ തമ്മിൽ തർക്കം നടന്ന അവസാനം പ്രതിപക്ഷ നേതാവാണ് കാര്യങ്ങളിൽ അവതരിപ്പിക്കുന്ന കൂടുതൽ ശരി എന്നൊക്കെ വരുമ്പോൾ അത് ആ ഒരു സമീപനം നല്ലതല്ല. മന്ത്രി കൂടുതൽ ഹോംവർക്ക് ചെയ്യേണ്ടി വരും. മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇരുന്ന സ്ഥലത്താണ്, കെ എം മാണി സാർ ഇരുന്ന സ്ഥലത്താണ് ബാലഗോപാൽ ഇരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇരുത്തം വന്നു കഴിഞ്ഞു. 3-4 വർഷമായി അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ തുടക്കക്കാരനല്ല. ഇപ്പോൾ അവസാന വർഷങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല ഇരുത്തം വന്ന പക്വതയുള്ള മന്ത്രിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചുള്ള പുതിയ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ ധനസ്ഥിതി?